ഇത്രയധികം ആ ഒരു ട്രാഫിക്കിനിടയിലൂടെ ഒരു ജീവന് വേണ്ടി കുതിക്കുന്ന ആംബുലൻസിനെ വഴി കാണിക്കാൻ വേണ്ടി ഈ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് മണിക്കൂറിൽ ഭയങ്കര വൈറലാണ് അദ്ദേഹം. പക്ഷേ ഈ വീടിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ മുഖം മാത്രം കാണുന്നില്ല. അപ്പം ഇതാരാണെന്ന് അറിയാൻ കേരളക്കാരെ ആകെ കാത്തിരിക്കുകയാണ്. അപ്പം ആരാ നമുക്ക് പരിചയപ്പെട്ടാലോ? മാം നമസ്കാരം. നമസ്കാരം. അപ്പം ആക്ച്വലി മാമിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ എന്താ സംഭവിച്ചെന്ന് അറിയണം, എല്ലാം അറിയണം. അപ്പം ആദ്യം മാമിനെ കുറിച്ച് പറയൂ. എന്റെ പേര് അപർണ എന്നാണ്. ഞാനിവിടെ തൃശ്ശൂർ സിറ്റി വനിതാ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ റാങ്ക് ASI ആണ്. ഗ്രേഡ് ASI ആണ്. സ്റ്റേഷൻ ചാർജ് ആണ്. അപ്പൊ പറയൂ മാം, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഞങ്ങള് ഡ്യൂട്ടിയുടെ ഇടയിൽ അശ്വിനി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ്. ആ സമയത്ത് ഒരു ആംബുലൻസ് വരുന്നു. അപ്പൊ ഞങ്ങളുടെ മുന്നിലോട്ട് കയറി ആംബുലൻസ് അവിടെ സ്റ്റക്കായി നിന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ആക്ട് ചെയ്തില്ലെങ്കിൽ വണ്ടി പോവില്ല. ഞങ്ങൾ പിങ്കിന്റെ വണ്ടി പോയി. അത്രയും ട്രാഫിക്കാണ്. അപ്പൊ തന്നെ ഇറങ്ങി ഡ്രൈവർക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. വേഗം പോയി ട്രാഫിക് ബ്ലോക്ക് ഒക്കെ തീർത്ത് ഒരു 100 മീറ്ററോളം ഉണ്ടായിരുന്നു. അത് വണ്ടിക്കാരൊക്കെ നന്നായി സഹകരിച്ചു. പെട്ടെന്ന് തന്നെ ഒതുക്കി പെട്ടെന്ന് തന്നെ അത് റിലീസ് ചെയ്ത് പോകാനായിട്ട് പറ്റി. ഓക്കെ മാം. അപ്പൊ മാമിന്റെ ആ ഒരു കുറച്ച് നിമിഷത്തെ ആ ഒരു എന്താ പറയാ എനർജി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആംബുലൻസിന് ആ ഒരു ജീവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോയിരുന്നത്? അവര് മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലിയിലേക്കാണ് പോയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലിയിലേക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ആ വീഡിയോ എടുത്തതായിരുന്നു? അത് മെഡി ഹബ് വേറെ ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്ന ആൾക്കാരാണ്. ആക്ച്വലി മാമിനെ നമ്മൾ അറിയുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഇത് മാത്രമല്ല, മാമിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ ഞാൻ മാമിനോട് ചോദിക്കണം. മാം തന്നെ പറയും. മാം